അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മളൊക്കെ കണ്ടിട്ട്, ഓരോ തിരക്കിപ്പെട്ടിട്ടോ. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരണ്ട ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലേ. ഈ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറാനുള്ള ഒരു ദുആയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നിറവേറും ഇങ്ങനെ ചെയ്താൽ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് എപ്പോഴും പറയണതാണ്. സൂറത്ത് കഹ്ഫ് ഓതണം എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ എല്ലാവരും കഹ്ഫ് ഓതി എന്ന് ഞാൻ കരുതണ്. കഹ്ഫ് ഓതിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണുണ്ടോ. വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ആഗ്രഹങ്ങൾ, കാരണം ദിവസങ്ങളുടെ നേതാവാണല്ലോ അല്ലേ വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഈ വെള്ളിയാഴ്ച ചിലരൊക്കെ ഒട്ടുമിക്ക ആൾക്കാർ ഒരു പെരുന്നാൾ പോലെയാണ് ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിനെ നോക്കിക്കാണുന്നത്. അതിനെന്താ കാരണം? വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണല്ലോ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ മഹത്വം ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അന്ന് ജുമുഅ നിസ്കാരമൊക്കെ ഉള്ള ദിവസമാണല്ലേ. ആയതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലണം. ഇനി വെള്ളിയാഴ്ച ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ചൊല്ലണം. വെള്ളിയാഴ്ച നമ്മൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലണം. കാരണം എന്താ അറിയോ, നമ്മൾ ചൊല്ലിയ സ്വലാത്തൊക്കെ മുത്തുനബിയുടെ അടുത്തേക്ക് മലക്കുകൾ കൊണ്ട് ചെല്ലുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്ന വ്യക്തി ഇത്ര സ്വലാത്ത് ചൊല്ലി എന്നൊക്കെ മുത്തുനബിക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിൽ നമുക്കും പങ്കാളികളാവണ്ടേ. അതുകൊണ്ട് മുത്തുനബിയുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. പിന്നെ സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യുക. ഇസ്തിഗ്ഫാർ കൂടുതലായി ചൊല്ലുക. അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇല്ലാത്തതിന് കാരണം എൻ്റെ വായിൽ കുറച്ചൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. എല്ലാവരും ദുആയിൽ പരസ്പരം ഉൾപ്പെടുത്തുക. മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ എന്ന് പറയുന്നത് അസറിന് ശേഷം മഗ്‌രിബ് വരെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ ജുമുഅക്ക് മുമ്പും ജുമുഅൻ്റെ ളുഹർ നിസ്കാരം വരെ പ്രാർത്ഥനയ്ക്ക്, ളുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ ഉള്ള സമയം നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ്, നമ്മൾ വീട്ടിലാണല്ലോ, നമ്മൾ സ്ത്രീകളല്ലേ, നമ്മൾ ജുമുഅക്കൊന്നും പോകില്ലല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ദിവസത്തിൽ ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രത്യേക സമയമുണ്ടെന്ന് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. ആഗ്രഹം നിറവേറാനുള്ള ദുആയാട്ടോ എന്നീ പറയണത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിലിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത്. ഒന്നും കൂടിയും പറയട്ടോ, ഇത് എഴുതി എടുത്തോളി. നല്ലൊരു പ്രാർത്ഥനയാണ്. ഇത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂവണിയും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിലിക വറഹ്മതിക ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത്. ഇതിൻ്റെ അർത്ഥമാട്ടോ ഇനി പറയണത്. അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ, നിൻ്റെ അനുഗ്രഹവും കരുണയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിലിക വറഹ്മതിക. അത്രയും ഭാഗത്തിൻ്റെ അർത്ഥമാണ് അല്ലാഹുവേ, നിൻ്റെ അനുഗ്രഹവും കരുണയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഇന്നഹു ലാ യംലികുഹാ ഇല്ലാ അൻത്. അത് നൽകാൻ കഴിയുന്നത് നീ മാത്രമാണ്, വേറെ ആരുമല്ല, നീ മാത്രമാണ്. ഇത് ചൊല്ലിയിട്ട് ഇതൊരു 11 പ്രാവശ്യമെങ്കിലും ചൊല്ലിയിട്ട്
നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇത് ചൊല്ലുന്നതിന് മുമ്പ് 2 റക്അത്ത് ഹജ്ജ് നിസ്കരിക്കുന്നത് വളരെയധികം ഉത്തമമാണ് കേട്ടോ. ശേഷം 11 വട്ടം ഇത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക. നമ്മുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കരുതി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.